ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. തൃശ്ശൂരിൽ കമിതാക്കൾ ചേർന്ന് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു. ദോഷം തീരുന്നതിന് കർമ്മം ചെയ്യാൻ അസ്ഥിപെറുക്കി സൂക്ഷിച്ചു. പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശികളായ കമിതാക്കൾ കസ്റ്റഡിയിലാണ്. കൊലപാതകമാണോ എന്ന് അന്വേഷിക്കുന്നുണ്ട് പോലീസ്. ജേസൺ ചാവോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജേസൺ, എന്താണ് സംഭവിച്ചത്? ജേസൺ, ഒരു കാമുകനും കാമുകിയും കൂടിയാണ് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടു എന്നതാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ദോഷം തീരുന്നതിന് കർമ്മം ചെയ്യാൻ ഇതിൻ്റെ അസ്ഥികൾ പെറുക്കി സൂക്ഷിച്ചിരുന്ന ആ അസ്ഥികൾ പോലീസിൽ കാമുകൻ ഏൽപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഇത് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഇത് എത്തിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ രണ്ടുപേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരാൾ പുതുക്കാട് സ്വദേശിയും മറ്റൊരാൾ വെള്ളിക്കുളങ്ങര സ്വദേശിയുമാണ്. 26 വയസ്സുണ്ട് യുവാവിന്, 21 വയസ്സുണ്ട് യുവതിക്ക്. ഇത് പക്ഷേ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വിശദമായ പരിശോധനയോടെ മാത്രമേ അറിയാൻ കഴിയൂ എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ കുഴിച്ചിട്ടതാണോ അതോ ആ കുഴിച്ചിട്ടതിൻ്റെ അസ്ഥി പെറുക്കിയെടുത്ത് കൊണ്ടുവന്നതാണോ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതോ നവജാത ശിശു ആയിരിക്കുമ്പോൾ കൊല നടത്തി കുഴിച്ചിട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ അല്പം കൂടിയും കാത്തിരിക്കാനാണ് പോലീസ് പറയുന്നത്. അപ്പോൾ മാത്രമേ അതിന് പൂർണ്ണമായി വ്യക്തത. ഏതായാലും ഒരു അസ്വാഭാവികമായ ഉണ്ടായിരിക്കുന്നു. യുവതിയുടെ കുഞ്ഞുങ്ങളാണോ ഇത്? ഇത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരണമെങ്കിൽ അല്പസമയം കൂടിയും കഴിയേണ്ടി വരും. ഇവർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ കുട്ടികളാണോ മറ്റേതെങ്കിലും കുട്ടികളെ? അതെ, ഒരു അസ്ഥികൂടത്തിന്റെ കഷ്ണങ്ങൾ, അസ്ഥിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് 2 നവജാത ശിശുക്കളുടെ എന്നതാണ് പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം. എന്നാൽ ഇത് സംബന്ധിച്ച് ഇത് മറ്റേതെങ്കിലും മരിച്ചതിന് ശേഷം കുഴിച്ചിട്ട് അസ്ഥികൾ പെറുക്കി കൊണ്ടുവന്നതാണോ? കാരണം ഇതിനകത്തൊരു ദോഷങ്ങൾ തീരാൻ വേണ്ടിയെന്ന ഒരു വാചകം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കർമ്മം പെറുക്കുന്ന ആ അസ്ഥികൾ എവിടെയെങ്കിലും പെറുക്കി കൊണ്ടുവന്നതാണോ അതോ ഇവർ തന്നെ കുഴിച്ചിട്ടതാണോ നടക്കുള്ള കാര്യങ്ങളെല്ലാം വ്യക്തത വരേണ്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു അസ്വാഭാവികമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അസ്ഥികൾ കണ്ടെത്തിയിരിക്കുന്നു. 2 പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ പുതുക്കാട് സ്റ്റേഷനിൽ നടന്നു വരികയാണ് അരുൺകുമാർ. ഓക്കെ, നമുക്കിപ്പം ജേസനാണ് ചേർന്നത്. അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. 2 കുഞ്ഞുങ്ങളാണോ എന്നാണ് സംശയിക്കുന്നത്. അത് ഇവരുടെ തന്നെ കുട്ടികളാണോ എന്നുള്ളത് അറിയണം. പക്ഷേ കർമ്മം ചെയ്യാൻ വേണ്ടി ഇവരുടെ അസ്ഥികളെടുത്ത് സൂക്ഷിച്ചു. ആ അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് ഇപ്പോൾ എന്തായാലും പോലീസിന് തെളിവായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. കാമുകനും കാമുകിയുമാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക സംശയം. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തുള്ളിൽ നമുക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ അതിന് ദുരൂഹത മാറും. ഇത് കുഞ്ഞുങ്ങൾ ഇവരുടേതാണോ അതോ മറ്റേതെങ്കിലും കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തുകൊണ്ട് വന്ന് കൊലപ്പെടുത്തിയതാണോ, കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണോ, അന്ധവിശ്വാസം ഇതിന് പിന്നിലുണ്ടോ? അത്തരം കാര്യങ്ങൾ നമുക്ക് വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്.